സെൻസർ ആയിട്ട് കാണിക്കും. ഇത് കൊള്ളത്തില്ല ബ്രോ, ഈ പടം കാണണം. പിന്നെ ഈ മാപ്പ് പറഞ്ഞതിൻ്റെ കാര്യമൊന്നുമില്ല. സിനിമയായിട്ട് സിനിമ കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താണ് ബ്രോ? മോഹൻലാലും പൃഥ്വിരാജ് ഒരുമിച്ച് കാലുവെക്കിക്കണല്ലോ, സെറ്റ്. ഡീഗ്രേഡിങ് എന്ന് പറയുന്നത് ഈ സിനിമ മനസ്സിലാവാതെ, അതായത് ഈ ഇംഗ്ലീഷും ഹിന്ദി ഒന്നും മനസ്സിലാവാതെ അതും ഇതൊക്കെ കണ്ടിട്ട് ഇരിക്കണതാണ്. ലാലേട്ട് അടിക്കുമ്പോൾ പറക്കണം. ഞാനും ഇവനും തന്നെ 4 തവണ എന്തോ ഇപ്പൊ കണ്ട്. ഇവൻ 3, ഞാനാണ് 4. ചുമ്മാ സണ്ണി ലിയോന്റെ ഡാൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇയാള് ഡീഗ്രേഡേഷൻ എല്ലാം മറന്നേനെ. ആര് ഭരണകാലം വന്നാലും ഇതെല്ലാം ആവശ്യമാണ്. സമൂഹം എല്ലാവരും അറിയണം ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. ഇനി എന്ത് പറഞ്ഞാലും ദേശോട് കട്ട് ചെയ്താലും കാണാനുള്ളവരെല്ലാം കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി കട്ട് ചെയ്താലും പ്രശ്നമില്ല. കിടിലൻ പടമാണ് ബ്രോ, അടിപൊളിയാണ്. ഈ നെഗറ്റീവ് ഒരുപാട് ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ അത് കാര്യമാക്കേണ്ട കാര്യമില്ല. എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ കണ്ടു കഴിഞ്ഞാൽ അടിപൊളി പടമാണ്. സിനിമയായിട്ട് സിനിമ കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താണ് ബ്രോ? അങ്ങനെ കാണേണ്ട ആവശ്യമേ ബ്രോ. എന്താണ് ബ്രോ, പടമൊക്കെ സെറ്റ് പടമാണ്, നമ്മളെല്ലാവരും കാണണം. പക്ഷേ സെൻസർ ആയിട്ട് കാണിക്കും. ഇത് കൊള്ളത്തില്ല ബ്രോ, ഈ പടം കാണണം. പിന്നെ ഈ മാപ്പ് പറഞ്ഞതിൻ്റെ കാര്യമൊന്നുമില്ല. ഇന്ന് തന്നെ എല്ലാവരും പോയി കാണുന്നതായിരിക്കും, സെൻസർ ചെയ്തിരിക്കുന്നതായിരിക്കും നല്ലത്. പടം കാണും. ഓക്കെ, പടം കൊള്ളാം, നല്ല ഹൈപ്പിനത്ര ഉണ്ട്, പടമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഓക്കെയാണ്. ഇല്ലില്ല, കട്ട് ചെയ്യേണ്ട ആവശ്യം ഒട്ടുമില്ല ബ്രോ. നമുക്ക് കാണുന്ന ഇപ്പം ഈ പോകുന്ന രീതി കാണിച്ചാൽ മതി, അതാണ് നല്ലത്. വേറെ ഒന്നുമില്ല, സെറ്റാണ് ഇപ്പോൾ. ലാലേട്ട കിടിലം, തീ, ഒന്നും പറയല്ല. കുഴപ്പമില്ല, നല്ല സിനിമയാണ്. നൈസാണ്, നൈസ് പടം. ചേട്ടാ സിനിമ അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. ഇത് കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടാ, ഒരു ആവശ്യമില്ല, ഒരു ഡീഗ്രേഡിങ്ങും ഇല്ല. സൂപ്പർ സൂപ്പർ. ഡീഗ്രേഡിങ് എന്ന് പറയുന്നത് ഈ സിനിമ മനസ്സിലാവാതെ, ഈ അതായത് ഈ ഇംഗ്ലീഷും ഹിന്ദി ഒന്നും മനസ്സിലാവാതെ അതും ഇതൊക്കെ കണ്ടിട്ട് ഇരിക്കണതാണ്. ലാലേട്ട് അടിക്കുമ്പോൾ പറക്കണം. ഫസ്റ്റ് ഹാഫൊക്കെ ഞാൻ കണ്ടറാ. ഇന്റർവെല്ലിനാണ് വന്ന ഇവ പറയണമെന്ന് കേൾക്കട്ടെ. ഹോളിവുഡ് വൈബായിരുന്നു. പിന്നെ ചിലവർക്ക് പിടിക്കത്തില്ല, ഈ മലയാള സിനിമ കാണുന്നവർക്ക് മാത്രം അങ്ങനെ പിടിക്കത്തില്ല. ഹോളിവുഡോട് കണ്ട അവർക്കിത് ഇഷ്ടപ്പെടും. കട്ട് ചെയ്യാൻ വേണ്ടിയെന്ന് ഉള്ളാരില്ലേ പറഞ്ഞേക്കുന്ന, അപ്പം കട്ട് ചെയ്യാൻ വേണ്ടിയൊന്നുമില്ല. നല്ല സിനിമയായിരുന്നു ചേട്ടാ. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫും കൊള്ളാം, എല്ലാം കൊള്ളാം, തേർഡ് ഹാഫും കൊള്ളാം. മോഹൻലാൽ കാലുവെക്കിക്കൂലേ, ആ സെറ്റ് സീനാണ്. മോഹൻലാലും പൃഥ്വിരാജ് ഒരുമിച്ച് കാലുവെക്കിക്കണല്ലോ, സെറ്റ്. ഒരുമിച്ച് കാലുവെക്കിയ സീനായിരുന്നു. ഒരുമിച്ച് കാലുവെക്കിയ പൊളിയായിരുന്നു. ആ ജംഗിൾ ഫൈറ്റ് തന്നെയാണ്, അതാണ് ഏറ്റവും കിടിലം. പിന്നെ ഞാനും ഇവനും തന്നെ 4 തവണ എന്തോ ഇപ്പൊ കണ്ട് സിനിമ. ഇവൻ 3, ഞാനാണ് 4. ചുമ്മാ ഈ ഡീഗ്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഫാൻസ് ആണെങ്കിൽ ഇത് ഡീഗ്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. സണ്ണി ലിയോന്റെ ഡാൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ അത്രയും ആണ്. ഡീഗ്രേഡേഷൻ ഒരു ആവശ്യമില്ല. സണ്ണി ലിയോന്റെ ഡാൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇയാള് ഡീഗ്രേഡേഷൻ എല്ലാം മറന്നേനെ. അല്ലേ മാമ ശരിയാണ്. പടം എടുത്തേക്കുന്നത് തെറ്റെന്ന് പറഞ്ഞില്ല, നടന്ന സംഭവമാണ്. അതുകൊണ്ടാണ് സെൻസർ ബോർഡ് കട്ട് ചെയ്യാതെ പടം റിലീസ് ചെയ്ത് വിട്ടത്. ഏത് പടം എടുത്താലും റിലീസ് ചെയ്യുമ്പോൾ പടം ഇറങ്ങുമ്പോൾ അത് സെൻസർ ബോർഡ് പോവും. അവർ നോക്കിയപ്പോൾ നടന്ന സംഭവം എടുത്ത് കാണിക്കണം എന്നുള്ളതാണ് അത് അങ്ങനെ സെൻസർ ബോർഡ് കട്ട് ചെയ്യാതെ വിട്ടത്. മനസ്സിലായില്ലേ? അത് ഇങ്ങനെയുള്ള പടം ഇറങ്ങണം സമൂഹത്തിന്. ആര് ഭരണകാലം വന്നാലും ഇതെല്ലാം ആവശ്യമാണ്. സമൂഹം എല്ലാവരും അറിയണം ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. അതാണ് ഈ പടത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ആര് എന്ത് പറഞ്ഞാലും ദേശോട് കട്ട് ചെയ്താലും കാണാനുള്ളവരെല്ലാം കണ്ടു കഴിഞ്ഞു, എല്ലാ ലോകവും കണ്ടു. അത് പോരാത്തതുകൊണ്ട് എല്ലാവരുടെ കയ്യിലുമായി പടം. അതുകൊണ്ട് ഇനി കട്ട് ചെയ്താലും പ്രശ്നമില്ല.